നമസ്കാരം. ചരിത്രധ്വനിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഡൽഹി സുൽത്താനേറ്റിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പണ്ഡിതനും എന്നാൽ എടുത്ത തീരുമാനങ്ങളെല്ലാം പാളിപ്പോയതുമായ ഒരു ഭരണാധികാരിയെയാണ്, മുഹമ്മദ് ബിൻ തുഗ്ലക്. അത്ഭുതകരമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരു പരാജയമായി മാറിയത്? നമുക്ക് നോക്കാം. ഗിയാസുദ്ദീൻ തുഗ്ലക്കിനു ശേഷം 1325 മുഹമ്മദ് ബിൻ തുഗ്ലക് അധികാരത്തിൽ വരുന്നത്. കണക്കിലും വൈദ്യശാസ്ത്രത്തിലും തത്വശാസ്ത്രത്തിലും ഒക്കെ വലിയ പണ്ഡിതനായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ കാലത്തിന് മുൻപേ സഞ്ചരിക്കുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം നടപ്പിലാക്കിയ ഓരോ കാര്യവും വലിയ ദുരന്തങ്ങളിൽ ചെന്ന് അവസാനിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വലിയ പരീക്ഷണം തലസ്ഥാന മാറ്റമായിരുന്നു. മംഗോളിയൻ ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും ഇന്ത്യയുടെ മധ്യഭാഗത്തിരുന്ന് ഭരിക്കാനുമായി അദ്ദേഹം തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് മഹാരാഷ്ട്രയിലെ ദേവഗിരിയിലേക്ക് മാറ്റി. വെറുതെ മാറുകയല്ല, ഡൽഹിയിലെ സകല മനുഷ്യരോടും മൃഗങ്ങളോടും അങ്ങോട്ട് നടക്കാൻ അദ്ദേഹം ഉത്തരവിട്ടു. 1500 കിലോമീറ്ററോളം നടന്ന യാത്രയിൽ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീണു. അവിടെ എത്തിയപ്പോൾ വെള്ളത്തിന് ക്ഷാമം. അതോടെ എല്ലാവരോടും തിരിച്ചു ഡൽഹിയിലേക്ക് തന്നെ നടക്കാൻ അദ്ദേഹം പറഞ്ഞു. ആ തീരുമാനത്തോട് സുൽത്താൻ്റെ ഖജനാവും ജനങ്ങളുടെ വിശ്വാസവും ഒരുപോലെ തകർന്നു. അടുത്ത പരീക്ഷണം നാണയ പരിഷ്കാരം ആയിരുന്നു. സ്വർണത്തിനും വെള്ളിക്കും പകരം ചെമ്പ് നാണയങ്ങൾ അദ്ദേഹം ഇറക്കി. പക്ഷേ നാണയങ്ങൾ അടിക്കുന്നതിൽ സുൽത്താന് കൃത്യമായി ഇല്ലാതിരുന്നതിനാൽ ഓരോ വീട്ടിലും ആളുകൾ സ്വന്തമായി ചെമ്പ് നാണയങ്ങൾ അടിക്കാൻ തുടങ്ങി. രാജ്യം മുഴുവൻ വ്യാജ നാണയങ്ങൾ കൊണ്ട് നിറഞ്ഞു. ഒടുവിൽ ചെമ്പ് നാണയങ്ങൾ തിരിച്ചു വാങ്ങി പകരം ഖജനാവിൽ നിന്ന് സ്വർണവും വെള്ളിയും നൽകേണ്ടി വന്നതോടെ രാജ്യം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായി. കാർഷിക രംഗത്തും അദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തി. ഗംഗ യമുന നദീതടങ്ങളിൽ നികുതി വർദ്ധിപ്പിച്ചതും കൃഷി നശിപ്പിക്കാൻ കാരണമായി. പാണ്ഡിത്യം ഉണ്ടായിട്ടും പ്രായോഗിക ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് ചരിത്രം അദ്ദേഹത്തെ ബുദ്ധിമാനായ വിഡ്ഢി എന്ന് വിളിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്താണ് തെക്കേ ഇന്ത്യയിൽ വിജയനഗര സാമ്രാജ്യവും ബ്രഹ്മി സുൽത്താനേറ്റും സ്വന്തമായത്. ഇത്തരത്തിലുള്ള ചരിത്ര സംബന്ധ വീഡിയോകൾക്കായി ചരിത്രധ്വനി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.